പാസ്റ്ററെ, ഒരു സംശയം ചോദിച്ചോട്ടെ? ബൈബിളില് പുതിയ നിയമഭാഗത്തില് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ എന്നാണ് പറയുന്നത്. മനുഷ്യർ ഓരോ പ്രശ്നത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയുള്ള മനുഷ്യന് എപ്പോഴും സന്തോഷിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. നമുക്കെല്ലാം പ്രശ്നമുള്ളവരാ, പല വിധത്തിലുള്ള പ്രയാസങ്ങളുള്ളവരാ. ഓരോ വ്യക്തികൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ വ്യത്യസ്തമാണ്. പൈസ ഉള്ളവരായിക്കോട്ടെ, പൈസ ഇല്ലാത്തവരായിക്കോട്ടെ, അവർ അനുഭവിക്കുന്ന വിഷയങ്ങൾ വ്യത്യസ്തമാണ്. എന്നാൽ ഏതൊരു വിഷയത്തിൻ്റെ അകത്തും ആ വിഷയത്തെക്കുറിച്ച് അറിവുള്ളവരും ആ വിഷയത്തിൽ നിന്ന് നമ്മളെയൊക്കെ പുറത്തെടുക്കാൻ കഴിയുന്നതുമായ ഒരാളുണ്ടെങ്കിൽ നമുക്കൊരു ഭയങ്കര ആശ്വാസമാണ്, ധൈര്യമാണ്. ഒരു ബാങ്കുമായി സംബന്ധിച്ചൊരു വിഷയത്തിൽ നമ്മൾ ഭാരപ്പെട്ടിരിക്കുമ്പോൾ ആ ബാങ്കിലെ മാനേജറുമായിട്ട് നമുക്ക് നല്ലൊരു ബന്ധമുള്ള ഒരാളാണെന്ന് അറിഞ്ഞാൽ നമുക്കുണ്ടാകുന്നൊരു ആശ്വാസം, ഒരു സമാധാനം. ഒരു പോലീസ് സ്റ്റേഷനിൽ എന്തെങ്കിലും ഒരു ആവശ്യമായിട്ട് നമ്മൾ ചെയ്താൽ ആ പോലീസിലെ ഉദ്യോഗസ്ഥന്മാർ നമുക്കറിയാവുന്ന നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണെങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം. ഈ സന്തോഷമാണ് നമുക്ക് കർത്താവ് യേശുവിലൂടെ സാധ്യമാകുന്നത്. കാരണം എൻ്റെ എല്ലാ അവസ്ഥകളിൽ നിന്നും എന്നെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു ദൈവം എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ഇനി കടഭാരം വന്നാലും, രോഗം വന്നാലും, നിരാശ വന്നാലും, ഏതവസ്ഥ വന്നാലും എനിക്ക് ആശ്വസിക്കാൻ പറ്റും, സന്തോഷിക്കാൻ പറ്റും. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രയാസത്തിലൂടെ ഏതെങ്കിലും പ്രതിസന്ധികളിൽ പോവുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ കർത്താവ് യേശു ക്രിസ്തുവിൽ ആശ്രയിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയാണ്. കാരണം യേശുവിൽ ആശ്രയിച്ചാൽ നിങ്ങളുടെ പ്രശ്നം മാറുമെന്നല്ല, നിങ്ങൾക്ക് ഏത് പ്രശ്നത്തെയും അതിജീവിച്ച് മുന്നിലോട്ട് പോകാനുള്ള ഒരു ശക്തി നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് കിട്ടും. കാരണം യേശു ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ യേശുവിൽ നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ സന്തോഷിക്കാം, നിങ്ങൾക്ക് സമാധാനം അനുഭവിക്കാം, നിങ്ങൾ അത്ഭുതകരമായി മുന്നിലോട്ട് പോകും. ഏത് പ്രതിസന്ധിയും നിങ്ങൾ അതിജീവിക്കും.